നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖാമേനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, വളരെയധികം സന്തോഷം. അറിയാവുന്ന സംശയങ്ങളൊക്കെ പറഞ്ഞു തരുന്നതിൽ വളരെ സന്തോഷമാണ് കേട്ടോ. പിന്നെ ടിപ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. കയ്യുണ്ണിയം ഉള്ളവർ തേക്കാം കേട്ടോ. കയ്യുണ്ണി ഉള്ളവർ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ തേക്കാം. അതുപോലെ നാച്ചുറൽ ഷാമ്പു ചോദിച്ചിരുന്നു ജോയലക്ഷ്മി. ഞാൻ സാധാരണയായിട്ട് ആയുർവേദ ഷാമ്പു പോലും ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം എങ്ങനെയായാലും ഷാമ്പുവിൽ ചെറിയ രീതിയിൽ കെമിക്കൽ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ സോപ്പിനെട്ട് എന്ന് പറഞ്ഞിട്ട് കായുണ്ട് ആയുർവേദത്തിൽ. അത് തന്നെ നമ്മൾ ഈ കുളിക്കാൻ വേണ്ടിയിട്ട് പത വരുത്താൻ വേണ്ടിയിട്ട് അത് ഇടിച്ച് പിഴിഞ്ഞ് വെള്ളത്തിൽ കുതിർത്തിയെടുക്കും. എന്നിട്ട് ആ വെള്ളം നല്ല പതയുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ അതിലെ സോപ്പിനെട്ടിൻ്റെ എണ്ണ, ആ കുരുക്കളുടെ എണ്ണം അത് കൂടിയാൽ തന്നെ നമുക്ക് ദോഷമാണ് മുടിക്ക്. അപ്പോൾ എങ്ങനെയെങ്കിലും പത വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ ചേർക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ശരിക്കും റെക്കമെൻഡ് ചെയ്യാറില്ല. പിന്നെ അത്യാവശ്യം നമ്മൾ എന്തിനാ ഷാമ്പു തേക്കുന്നത്? നമ്മുടെ മുടിയിലെ അഴുക്ക് പോകാനല്ലേ, ചെളി പോകാനായിട്ട്. അതുപോലെ തന്നെ മുടി സിൽക്കി ആയിട്ടിരിക്കാനൊക്കെ അല്ലേ എണ്ണമെഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് ഉലുവ ഉണ്ടല്ലോ, ഉലുവ കുതിർത്തി 2 ദിവസം കുതിർത്താൻ വെക്കാം. 2 ദിവസം കുതിർത്താൻ വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് കുതിർന്നിരിക്കുന്നുണ്ടാവും. അത് നമ്മൾ അരച്ച് പിഴിഞ്ഞ് അതിൽ നിന്ന് ഉള്ള ആ ജെല്ലെടുക്കാം. ജെല്ലിലേക്ക് വേണമെങ്കിൽ ജെല്ല് തന്നെ തേച്ചിട്ട് ഒരു അരമണിക്കൂർ തേക്കുക. അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് വേണമെങ്കിൽ അത് തേച്ച് പിടിപ്പിച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാലും മതി, സമയമില്ലാത്തവർ. അത്യാവശ്യം വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് തേങ്ങാപ്പാൽ, ഒരു 3 സ്പൂൺ തേങ്ങാപ്പാൽ കൂടി ആ ജെല്ലിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ കണ്ടീഷണറായി കേട്ടോ. തേങ്ങാപ്പാലും ഉലുവയും ചേർത്ത കണ്ടീഷണറായി. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് അഴുക്കൊക്കെ പോകാനായിട്ട് ഷാമ്പു വേണ്ട. എങ്ങനെ ഷാമ്പു തേച്ചാലും നമ്മുടെ മുടി കൊഴിച്ചിലുണ്ടാവും കേട്ടോ. അപ്പോൾ പകരം ഇപ്പോൾ ഒരുപാട് പേര് നിർത്തിയിട്ടുണ്ട് ഷാമ്പു അപ്ലൈ ചെയ്യൽ. അപ്പോൾ പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ഉലുവ ഇനി ഒരു ദിവസം കുതിർത്താലും മതി കേട്ടോ. 2 ദിവസം കുതിർത്തി 3-ാമത്തെ ദിവസം എടുക്കുമ്പോൾ ചിലപ്പോൾ സ്മെല്ല് ഉണ്ടാവാം. അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു ദിവസം കുതിർത്തിയിട്ടിട്ട് പിറ്റേ ദിവസം എടുത്താലും മതി കേട്ടോ. അപ്പോൾ ജെല്ല് പരുവത്തിൽ കിട്ടും. അരച്ചിട്ട് കോട്ടൺ തുണിയിൽ പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് അതിലൊരു 3 സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് കണ്ടീഷണറായി കേട്ടോ. ശരിക്കും തേങ്ങാപ്പാൽ വേണമെന്നില്ല, ഈ ജെല്ല് മാത്രമായിട്ടാണെങ്കിലും മതി. നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം, മുടിയിലെ അഴുക്കൊക്കെ കളയാനും ഓവറായിട്ടുള്ള എണ്ണമെഴുക്കൊക്കെ ഉണ്ടെങ്കിൽ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ദിവസം ഞാൻ പറഞ്ഞ പോലെ തന്നെ നെല്ലിക്കപ്പൊടി ഉണ്ടല്ലോ, നെല്ലിക്കപ്പൊടി വെള്ളത്തിൽ കലക്കി പേസ്റ്റ് ആക്കിയിട്ട് തലയോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് വാഷ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള നല്ല റിസൾട്ട് കിട്ടും. അഴുക്കൊക്കെ പോകും, നല്ല സിൽക്കി ഹെയർ ആവും മുടിയൊക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഹെയർ ഡൈ ഒക്കെ ചെയ്യുന്നവർക്കും അത് നല്ലതാണ്. ഹെയർ ഡൈ ചെയ്യുന്നവർക്കും ആ കളറ് പോവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ആയുർവേദ പൊടികൾ ഉപയോഗിച്ച് അതും അല്ലെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ ഓരോ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. ഓരോന്ന് ചെമ്പരത്തി താളി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ചെമ്പരത്തി താളി എടുത്ത് നമ്മൾ അരച്ച് പിഴിഞ്ഞെടുക്കുമല്ലോ. പിഴിഞ്ഞെടുത്തതിൽ അല്പം നെല്ലിക്കപ്പൊടി ചേർത്ത് പേസ്റ്റ് ആക്കുക. അത് തലയിൽ അപ്ലൈ ചെയ്തോളൂ. നല്ല കൂളിംഗ് ആയിരിക്കും. കൂടാതെ ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ അഴുക്കും കാര്യങ്ങളൊക്കെ പോകും. മുടി നല്ല സിൽക്കി ആവും. അപ്പോൾ ഈ അങ്ങനെ റിസൾട്ട് കിട്ടിയവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഷാമ്പു നിർത്താൻ പറയുമ്പോൾ ഞാൻ പിന്നെ എങ്ങനെ മുടി ഞാൻ ഒരിക്കലും ഷാമ്പു ഇപ്പോൾ തേക്കാറില്ല കേട്ടോ. കുട്ടിക്കാലത്തൊക്കെ തേച്ചിരുന്നു. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ മനസ്സിലായി. കുട്ടിക്കാലത്തൊക്കെ തേച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നല്ലോ. പിന്നെയാണ് ഇതിൻ്റെ ദോഷങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നിർത്തി. അപ്പോൾ ആദ്യം കേൾക്കുന്നവർക്ക് തോന്നും ഷാമ്പു ഇല്ലാതെ മുടി എങ്ങനെ ക്ലീൻ ചെയ്യും, മുടിയുടെ സ്മെല്ല് എങ്ങനെ കളയും, മുടിയുടെ അഴുക്ക് എങ്ങനെ കളയും, മുടി എങ്ങനെ സിൽക്കി ആവും, ഓയിൽ എങ്ങനെ കളയും, ഇങ്ങനെ ഓരോ സംശയങ്ങളായിരുന്നു. പക്ഷേ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ആയുർവേദ പൊടികളായിട്ടും ജെല്ലായിട്ടും താളിയായിട്ടൊക്കെ ഉപയോഗിച്ചവരൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മുടി കൊഴിയുന്നവരെ ആദ്യമായിട്ട് നിർത്തേണ്ടത് ഷാമ്പു സോപ്പൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരം ഇതുപോലെ തേച്ചാൽ മതി കേട്ടോ.
ഇപ്പോൾ നിർബന്ധമാണെങ്കിൽ ഈ ഉലുവയുടെയും തേങ്ങാപ്പാലിൻ്റെയും കണ്ടീഷണർ ചിലപ്പോൾ കിട്ടുമായിരിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ അത് വാങ്ങിച്ച് തേച്ചോളൂ. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് തേക്കുന്നതായിരിക്കും ഉത്തമം കേട്ടോ. നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല സിൽക്കി ഹെയർ ആയിട്ട് കിട്ടും ഈ ഉലുവ ഉപയോഗിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ തേച്ചാൽ മതി കേട്ടോ. പിന്നെ നീമിൻ്റെ ഷാമ്പു കിട്ടും. ഈ അത്ര നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ നീമിൻ്റെ കിട്ടും, ആംലയുടെ ഷാമ്പു ഒക്കെ കിട്ടും കേട്ടോ. ഹെർബൽ ഷാമ്പു ഉണ്ട്, അത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷെ ഏറ്റവും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ആയുർവേദ പൊടികൾ ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള ഷാമ്പു ആയിരിക്കും, നമ്മൾ സെൽഫായിട്ട് ഉണ്ടാക്കുന്ന ഷാമ്പു കേട്ടോ. ഇപ്പോൾ ഈ ചൂട് കാലങ്ങളിൽ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഹൈബിസ്കസ് ആണ് കേട്ടോ. ഹൈബിസ്കസ് ജെല്ലായിട്ട് നമുക്ക് തേക്കാം. അതുപോലെ ഹൈബിസ്കസ് ലീഫും ഫ്ലവറും നമുക്ക് ഇതുപോലെ താളിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ ചൂട് കാലത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ഇതാണ്. പിന്നെ അതുപോലെ വെള്ളിലം താളി ഉപയോഗിക്കാം കേട്ടോ. വെള്ളിലം താളി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതലും നമ്മൾ ഈ സമയത്തൊക്കെ, ഈ ചൂട് സമയത്തൊക്കെ ഇതുപോലെയുള്ള താളികളൊക്കെ തേക്കുക കേട്ടോ. അതുപോലെ ആംല, നെല്ലിക്ക കേട്ടോ. നെല്ലിക്കയുടെ പേസ്റ്റ് നിങ്ങൾ തേക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. അല്പം വേണമെങ്കിൽ കോക്കനട്ട് ഓയിലും കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് പേസ്റ്റ് ആക്കിയിട്ട് തല തേക്കാം കേട്ടോ. അപ്പോൾ ഈ ആംലയും അതുപോലെ നെല്ലിക്ക അല്ല, നെല്ലിക്കയും അല്പം വെള്ളവും അല്പം കോക്കനട്ട് ഓയിൽ കൂടി ചേർത്തിട്ടുള്ള പേസ്റ്റ്, സൂപ്പർ പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് തേക്കാം ഇതുപോലെ തന്നെ. അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ വെള്ളിലം താളിയുടെ കൂടെയാണെങ്കിലും ചെമ്പരത്തി താളിയുടെ കൂടെയാണെങ്കിലും നമുക്ക് ഇതുപോലെ ഈ നെല്ലിക്ക പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമാണ് കേട്ടോ. മുടിയുടെ അഴുക്കും പോകും, നല്ല കൂളിംഗ് ആയിരിക്കും, തലവേദനയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ചൂട് സമയത്താണെങ്കിലും നമുക്ക് നമ്മുടെ തലയ്ക്ക് ഒരു ചൂട് അനുഭവപ്പെടില്ല ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ. ഇപ്പം നല്ല ചൂടല്ലേ, നല്ല ചൂടാണെങ്കിൽ പോലും നമുക്ക് അനുഭവപ്പെടില്ല ഈ ചൂട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. മാക്സിമം ആഴ്ചയിൽ 2-3 തവണ നിങ്ങൾക്ക് താളി സമയമുണ്ടെങ്കിൽ ചെമ്പരത്തി താളി തേക്കാം കേട്ടോ. ചെമ്പരത്തി താളി തേക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ വെറുതെ ഒന്ന് കല്ലിൽ എടുത്തിട്ടിട്ട് ഉരച്ചിട്ട് ഇത്തിരി വെള്ളം ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുത്ത് തല തേച്ചാൽ മതി കേട്ടോ. നല്ല സുഖം കിട്ടും തലയ്ക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചൂടുകാലത്ത് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കണം. മുടി നന്നായിട്ട് വൃത്തിയായിട്ട് നമുക്ക് കിട്ടും അല്ലേ. ചൂടുകാലത്താകുമ്പോൾ വിയർക്കുമ്പോൾ മുടിക്കൊക്കെ സ്മെല്ലുണ്ടാവും. അപ്പോൾ ഈ താളി പോലെയുള്ള സംഭവങ്ങളൊക്കെ തേക്കുമ്പോഴത്തേക്കും ആ വിയർപ്പ് ഉണ്ടാവില്ല, സ്മെല്ലുണ്ടാവില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക. ഇതുപോലെയുള്ള ചെറിയ എല്ലാ വീഡിയോസിൽ പല അതായത് ഹോട്ട് സീസണിൽ പിന്നെ കോൾഡ് സീസൺ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കണം അതെല്ലാം അതിനെക്കുറിച്ചിട്ടൊക്കെ സെപ്പറേറ്റ് വീഡിയോ എഴുതിയിട്ടുണ്ട് കേട്ടോ, വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അതുപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളും എപ്പോഴും ഉപയോഗിക്കുന്ന എല്ലാം എപ്പോഴും നമ്മൾ ഈ ചൂടുകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ വെള്ളം ധാരാളം കുടിക്കുക കേട്ടോ. എന്നും പറയുന്നത് ഇത് തന്നെയാണ്, കാരണം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചൂടുകാലത്ത് ചിലപ്പോൾ ആരും ഓർക്കില്ല. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം കെയർ ചെയ്യുക കേട്ടോ. പിന്നെ എനിക്ക് തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി കേട്ടോ. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, നല്ല റിസൾട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് വളരെയധികം താങ്ക്സ് കേട്ടോ. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഇത് ടിപ്സ് നിങ്ങൾക്ക് കാര്യമായിട്ട് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ടൈമിങ് കുറച്ച് ഇരിക്കുക കേട്ടോ. കുറച്ച് ടൈമിൽ വേണം നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ ഒരുപാട് നേരം മാസ്കോ ജെല്ലോ ഒന്നും ഇട്ടിരിക്കുന്ന, കാരണം നിങ്ങൾക്ക് പിടിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് 5 മിനിറ്റ് ഇരിക്കുക, പിന്നെ ചെയ്യുമ്പോൾ 10 മിനിറ്റ് ഇരിക്കുക. അങ്ങനെ കുറച്ചായിട്ട് നമ്മൾ കൂട്ടിക്കൊണ്ടുവരാം. അപ്പം നമുക്ക് ഏത് പാക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ രാസനാദിപ്പൊടി തിരുമ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചൂട് കാലഘട്ടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന താളികളും എല്ലാം മാസ്ക് എന്തൊക്കെയാണോ അതൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ ചെമ്പരത്തി എവിടെന്നെങ്കിലും കിട്ടാം, വീട്ടിലില്ലെങ്കിൽ എവിടെന്നെങ്കിലും ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ മടിക്കണ്ട. അതുപോലെ നമ്മൾ പോകുന്ന വഴിക്ക് ചിലപ്പം അതിൻ്റെ അരികത്തൊക്കെ കാണാം ചിലവരുടെ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ആണെങ്കിലും നമ്മൾ ഇതുപോലെ കളക്ട് ചെയ്യുക,
ചെമ്പരത്തി ഇല പൂവില്ലെങ്കിലും ഇലയാണെങ്കിലും കുഴപ്പമില്ല, കളക്ട് ചെയ്തിട്ട് നമ്മളത് ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യാം. ആരും ഇത് നിസ്സാരമായിട്ട് കളയരുത് കേട്ടോ. ചൂട് സമയത്താണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതും പോരാത്തതിന് ഇത്തവണത്തെ ചൂടെന്ന് പറഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ചൂടുണ്ട്, എവിടെ പോയാലും അകത്തിരുന്നാലും പുറത്തിരുന്നാലും ചൂടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ പറയുന്ന വിദ്യകൾ, അതായത് ധാരാളം വെള്ളം കുടിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, അതുപോലെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ കഴിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ നോക്കിക്കോളൂ. ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. ഒരാഴ്ച കൊണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ചെറുപയർ മുളപ്പിക്കാതെയോ നിങ്ങൾ കുതിർത്തിയിട്ട് എങ്ങനെ വേണമെങ്കിലും കുതിർത്തി മുളപ്പിക്കുക ചെയ്യാം, അല്ലെങ്കിൽ കുതിർത്തിയെടുത്താലും മതി. അത് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അത് പ്രത്യേകം പറയുന്നു, നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ തരിതരി ഉണ്ടെങ്കിൽ നമുക്ക് കഴുകി കളയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് മുടിയിലൊക്കെ പോവില്ല, മുടിയിൽ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ ഈ ചൂടുകാലത്ത് ചെറുപയർ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ചെറുപയറും അതുപോലെ ആര്യവേപ്പിൻ്റെ ഇല അല്ലെങ്കിൽ പൗഡർ ഇട്ട് അതും തേക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഡാൻഡ്രഫ് ഉണ്ടാവില്ല കേട്ടോ, ചൊറിച്ചിലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. മുടിക്ക് നല്ല സ്കാൽപ്പിനൊക്കെ നല്ല തണുപ്പുണ്ടാവും കേട്ടോ. ചൂടൊന്നും ഉണ്ടാവില്ല, തലവേദന ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.